നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷാ പരിശോധനയ്ക്കായി നിയോഗിച്ച സ്വതന്ത്ര വിദഗ്ധ സമിതിയിൽ നിന്ന് കേരളത്തിന്റെ പ്രതിനിധിയെ കേന്ദ്ര സർക്കാർ നീക്കം ചെയ്ത വിവരം കഴിഞ്ഞ ദിവസങ്ങൾ വാർത്തയായിരുന്നു. ഏകപക്ഷീയമായ നീക്കമായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. വിദഗ്ധനും അതുപോലെ തന്നെ കേന്ദ്ര ജല കമ്മീഷൻ മുൻ ചീഫ് എഞ്ചിനീയറുമായ ടി.കെ. ശിവരാജനെയാണ് ഈ സ്ഥാനത്ത് നിന്നും ഒഴിവാക്കിയത്. പിന്നാലെ പ്രതിഷേധം ശക്തമായിരുന്നു. എന്തായാലും പ്രതിഷേധങ്ങൾക്ക് ഇപ്പോൾ ഇതാ ഫലം കണ്ടിരിക്കുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷാ വിലയിരുത്തൽ നടത്തുന്നതിനായി രൂപീകരിച്ച സ്വതന്ത്ര വിദഗ്ധ സമിതിയിൽ കേരളത്തിന്റെ പ്രതിനിധിയെ ഉൾപ്പെടുത്തുന്നതിനായി പുതിയ നാമനിർദ്ദേശം സമർപ്പിക്കണമെന്ന് ജലശക്തി മന്ത്രാലയത്തിന് കീഴിലുള്ള ദേശീയ അണക്കെട്ട് സുരക്ഷാ അതോറിറ്റി കേരള സർക്കാരിനോട് ആവശ്യപ്പെട്ടതായി ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ് അറിയിച്ചിരിക്കുകയാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷ വിലയിരുത്താനായി കേരള സർക്കാരിനെ പ്രതിനിധീകരിച്ച ടി.ആർ. ശിവരാജനെ ഏകപക്ഷീയമായി മാറ്റിയതിനെ തുടർന്ന് മോൻസ് ജോസഫ് കേന്ദ്ര ജലശക്തി വകുപ്പ് മന്ത്രി സി.ആർ. പാട്ടീലിന് കത്തയച്ചിരുന്നു. സംസ്ഥാന സർക്കാർ അഡീഷണൽ ചീഫ് സെക്രട്ടറി കേന്ദ്ര ജലശക്തി വകുപ്പ് സെക്രട്ടറിക്കും എതിർപ്പുന്നയിച്ച് കത്ത് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ അംഗത്തെ നാമനിർദ്ദേശം ചെയ്യാൻ കേന്ദ്രം നടപടി സ്വീകരിച്ചത്. കേന്ദ്ര സമിതിയിൽ ഉൾപ്പെടുത്തുന്നതിനായി വിദഗ്ധന്റെ പേര് കേരള സർക്കാർ ഉടനെ നാമനിർദ്ദേശം ചെയ്യുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഇത്തരത്തിലൊരു വിലയിരുത്തലിനായി ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റി രൂപീകരിച്ച സമിതിയിൽ കേരളം നിർദ്ദേശിച്ച വ്യക്തിയാണ് ടി.കെ. ശിവരാജൻ. ശിവരാജന് പകരം ഉത്തർപ്രദേശ് സ്വദേശിയും IIT റൂർക്കിയിലെ ഭൂകമ്പ എഞ്ചിനീയറിംഗ് വിഭാഗം പ്രൊഫസറും ഇന്റർനാഷണൽ സെന്റർ ഓഫ് എക്സലൻസ് ഫോർ ഡാംസ് മേധാവിയുമായ പ്രൊഫസർ M.L. ശർമ്മയാണ് സമിതിയിൽ ഉൾപ്പെടുത്തിയത്. ഈ മാസം 16-ന് കേന്ദ്രം ഇത് സംബന്ധിച്ച് പുതിയ ഉത്തരവിറക്കുകയും ചെയ്തിരുന്നു. സംസ്ഥാന സർക്കാരിനോട് മുൻകൂട്ടി അറിയിക്കാതെ നടത്തിയ കേന്ദ്രത്തിന്റെ ഈ നീക്കം സംശയപരമെന്നാണ് വ്യക്തമാക്കുന്നത്. വ്യക്തിപരമായ കാരണങ്ങളാൽ ടി.കെ. ശിവരാജനെ ലഭ്യമാകുന്നില്ല എന്നാണ് പുതിയ ഉത്തരവിൽ കേന്ദ്രം നൽകുന്ന വിശദീകരണം. എന്നാൽ കേരള പ്രതിനിധിയെ മാറ്റിയ കാര്യം സംസ്ഥാന സർക്കാർ വൃത്തങ്ങൾ അറിഞ്ഞിരുന്നില്ല. കേന്ദ്രത്തിലെ ഏകപക്ഷീയമായ ഇടപെടലാണിതെന്ന ആരോപണവും ശക്തമായിരുന്നു. സമിതിയിലെ മറ്റംഗങ്ങൾ നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ മുൻ CMD ബൽരാജ് ജോഷി ചെയർമാനായ സമിതിയിൽ ഗോപാൽ ധവാൻ, ഗുൽഷൻ രാജ്, N. ശിവകുമാർ എന്നിവർ മറ്റ് സമിതി അംഗങ്ങളാണ്. 2022 സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ 2025 നവംബറിൽ ചേർന്ന മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതിയാണ് സമഗ്ര സുരക്ഷാ പരിശോധനയ്ക്കായി കേരളവും തമിഴ്നാട് നിർദ്ദേശിക്കുന്ന വിദഗ്ധരെ ഉൾപ്പെടുത്തി സ്വതന്ത്ര സമിതി രൂപീകരിക്കാൻ തീരുമാനിച്ചത്. ഈ വർഷം ജനുവരി 6-നാണ് ദേശീയ അണക്കെട്ട് സുരക്ഷാ അതോറിറ്റി ആദ്യ സമിതിക്ക് രൂപം നൽകിയത്. 2021 ഡാം സുരക്ഷാ നിയമപ്രകാരമാണ് സമിതിക്ക് രൂപം കൊടുത്തത്. ജനുവരിയിലെ ഉത്തരവനുസരിച്ച് സമിതി നേരിട്ട് അണക്കെട്ടും പരിസര പ്രദേശങ്ങളും സന്ദർശിച്ച് 4 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം. അണക്കെട്ട് സുരക്ഷയിൽ അതീവ നിർണായകമായ ഈ പരിശോധനയ്ക്കായി ഇന്നേവരെ സമിതിയുടെ ഭാഗത്തു നിന്ന് യാതൊരു നീക്കവും ഉണ്ടായിരുന്നില്ല. കേരളത്തിന്റെ പ്രതിനിധിയായ ടി.കെ. ശിവരാജന്റെ സാന്നിധ്യത്തോടുള്ള വിയോജിപ്പ് കാരണം തമിഴ്നാട് കേന്ദ്രത്തിൽ ചെലുത്തിയ ശക്തമായ സമ്മർദ്ദമാണ് ഇപ്പോഴത്തെ അഴിച്ചുപണിക്ക് പിന്നിൽ. കേരള പ്രതിനിധിയെ മാറ്റിയുള്ള പുതിയ ഉത്തരവ് പുറത്തുവന്നതോടെ പരിശോധനാ നടപടികൾ വേഗത്തിലാക്കാൻ തമിഴ്നാട് ശ്രമം നടത്തിയിരുന്നു. പുതിയ പുനഃസംഘടനാ ഉത്തരവിന്റെ പകർപ്പുകൾ കേരള അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കും തമിഴ്നാട് ജലവിഭവ വകുപ്പ് സെക്രട്ടറിക്കും കൈമാറിയിരുന്നു. 100-ലധികം വർഷം പഴക്കമുള്ള അണക്കെട്ടുകളിൽ 10 വർഷത്തിലൊരിക്കൽ സമഗ്രമായ സുരക്ഷാ പരിശോധന നടത്തണമെന്ന ദേശീയ ജല കമ്മീഷന്റെ നിബന്ധനയുടെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി സുരക്ഷാ പരിശോധനയ്ക്ക് ഉത്തരവിട്ടത്. കേരളം നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിലാണ് സുപ്രീം കോടതി ഉത്തരവിട്ടത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കാൻ ഈ പരിശോധന കേരളത്തിന് സുപ്രധാനമാണ്. ഈ സാഹചര്യത്തിൽ തങ്ങൾ നിർദ്ദേശിച്ച മുൻനിര വിദഗ്ധനെ മാറ്റി പകരം ഉത്തരേന്ത്യൻ സ്വദേശിയായ പ്രൊഫസറെ നിയമിച്ച കേന്ദ്ര സർക്കാർ നടപടി കേരളത്തിന്റെ സുരക്ഷാ ആവശ്യങ്ങളുള്ള അവഗണനയായി വിലയിരുത്തപ്പെട്ടു. അംഗങ്ങളുടെ മാറ്റമൊഴികെ ജനുവരി 6-ലെ ഉത്തരവിലെ മറ്റ് നിബന്ധനകളിലും വ്യവസ്ഥകളിലും മാറ്റമില്ലെന്ന് അതോറിറ്റി വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും കേരളത്തിന്റെ ആശങ്കകൾ സമിതിയിൽ കൃത്യമായി ഉന്നയിക്കാൻ പുതിയ മാറ്റത്തിലൂടെ സാധിക്കുമോ എന്ന കാര്യത്തിൽ വലിയ ആശങ്കയാണ് ഉയർന്നത്. മാത്രമല്ല, തമിഴ്നാട്ടിൽ ടി.വി.കെ. സർക്കാർ അധികാരത്തിലേറിയപ്പോൾ മുല്ലപ്പെരിയാർ വിഷയത്തിൽ എന്തായിരിക്കും അവരുടെ നിലപാട് എന്നത് ഒരു ചോദ്യമായിരുന്നു. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള കേരളത്തിന്റെ നീക്കത്തിന് തടയിട്ട് ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള ടി.വി.കെ. സർക്കാരിന്റെ നിലപാടും കേരളത്തിന് തിരിച്ചടിയായി മാറിയിരുന്നു. സംസ്ഥാനത്തെ ജലസേചന വിഷയങ്ങളിൽ അതീവ കർശന നിലപാടായിരുന്നു ടി.വി.കെ. സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള കേരളത്തിന്റെ നീക്കത്തെ തടയുവാനാണ് തമിഴ്നാടിന്റെ നീക്കം. സർക്കാരുകൾ മാറിയാലും മുല്ലപ്പെരിയാർ പോലുള്ള വിഷയങ്ങളിൽ തമിഴ്നാടിന്റെ നയം മാറ്റമില്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു വിജയ് സർക്കാരിന്റെ നിലപാട്. അധികാരത്തിൽ വന്നതിന് ശേഷം നടത്തിയ ആദ്യ നയപ്രഖ്യാപനത്തിൽ തന്നെ മുല്ലപ്പെരിയാർ വിഷയത്തിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കിയിരുന്നു. കേരളത്തിന്റെ പുതിയ അണക്കെട്ട് നിർമ്മാണ നീക്കങ്ങളെ തമിഴ്നാട് സർക്കാർ ശക്തമായി പ്രതിരോധിച്ചു. സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം നിലവിലുള്ള അണക്കെട്ടിൽ
അറ്റകുറ്റപ്പണികൾ നടത്തി ജലനിരപ്പ് 142 അടിയായും പിന്നീട് 152 അടിയായും ഉയർത്താനായിരുന്നു തമിഴ്നാടിന്റെ പദ്ധതി. കേരളത്തിന്റെ വാദങ്ങളെ തള്ളിക്കൊളഞ്ഞുകൊണ്ടാണ് സർക്കാർ ഈ നീക്കം നടത്തിയത്. വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് അണക്കെട്ട് ബലപ്പെടുത്തുന്നതിന് കേരളം അനുമതി നൽകുന്നില്ലെന്നും അതിനു പകരം പുതിയ അണക്കെട്ടിനായി വാശി പിടിക്കുകയാണ് എന്നുമാണ്. നിയമസഭാ സമ്മേളനത്തിന് ശേഷം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്താനിരിക്കെയാണ് സർക്കാർ കടുത്ത നിലപാടുമായി മുന്നോട്ട് വന്നത്. കേന്ദ്ര സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കി അയൽ സംസ്ഥാനങ്ങളുമായുള്ള ജലതർക്കങ്ങളിൽ തമിഴ്നാടിന് അനുകൂലമായി തീരുമാനം ഉറപ്പാക്കാൻ മുഖ്യമന്ത്രി ജോസഫ് വിജയും ശ്രമം നടത്തുന്നുണ്ട്. കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിനെതിരെ പ്രമേയം അവതരിപ്പിക്കുന്നതിലൂടെ ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾക്കായിരുന്നു ടി.വിക്ക് വഴി തുറന്നത്. ജലപ്രശ്നങ്ങളിൽ തമിഴ്നാടിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകാൻ ടി.വിക്ക് സർക്കാർ തയ്യാറാണെന്ന സന്ദേശമായിരുന്നു ഈ നീക്കങ്ങൾക്ക് പിന്നിൽ. തെക്കൻ തമിഴ്നാട്ടിലെ ജനങ്ങളുടെ ജീവനാഡിയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട്. അണക്കെട്ട് കൂടുതൽ ബലപ്പെടുത്തിയ ശേഷം ജലനിരപ്പ് 152 അടിയായി ഉയർത്താമെന്ന് 2014 സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു. എന്നാൽ ഇതിനാവശ്യമായ അറ്റകുറ്റപ്പണികൾ നടത്താൻ കേരള സർക്കാർ അനുമതി നിഷേധിക്കുകയാണെന്ന് തമിഴ്നാട് കുറ്റപ്പെടുത്തുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ അണക്കെട്ട് പ്രദേശത്ത് ആവശ്യമായ അറ്റകുറ്റപ്പണികൾ നടത്താനും മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ഉയർത്താനുമുള്ള ശക്തമായ നടപടികളുമായി തമിഴ്നാട് സർക്കാർ മുന്നോട്ട് പോകുമായിരുന്നു. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കുമെന്ന നിലപാടിലായിരുന്നു കേരള സർക്കാർ. ആ നീക്കങ്ങൾ തടയുമെന്ന് മുഖ്യമന്ത്രി വിജയ് വ്യക്തമാക്കിയതാണ്. വളരെ ആശങ്കയുള്ളതാണ് മുല്ലപ്പെരിയാർ വിഷയം. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് പണിയാൻ അനുവദിക്കില്ലെന്നും ജലനിരപ്പ് 152 അടിയാക്കി ഉയർത്തുമെന്നുമുള്ള തമിഴ്നാട് സർക്കാരിന്റെ നിലപാട് പെരിയാർ തീരത്ത് പ്രദേശവാസികളോടുള്ള വെല്ലുവിളിയാണെന്ന് മുല്ലപ്പെരിയാർ സമരസമിതി വ്യക്തമാക്കിയിരുന്നു. അണക്കെട്ടിൽ സുപ്രീം കോടതി നിർദ്ദേശിച്ച കോംപ്രിഹെൻസീവ് ഡാം സേഫ്റ്റി ഇവാലുവേഷൻ ഉടൻ നടത്തണമെന്നും ഇവർ ആവശ്യപ്പെട്ടിരുന്നു. പുതിയ ഡാം നിർമ്മിക്കുന്ന കാര്യത്തിൽ ഇരു സംസ്ഥാനങ്ങളും ധാരണയിലെത്തണമെന്നും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശനെ നേരിൽ കാണുമെന്നും സമരസമിതി കൺവീനർ ഷാജി പി. ജോസഫ് അടക്കം പ്രതികരിച്ചിരുന്നതാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.